ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനാവശ്യം വേണ്ട സാധനങ്ങൾ: വെണ്ടയ്ക്ക, അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു സബോള, അത് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ അരിഞ്ഞെടുക്കുക. പിന്നെ 2-3 പച്ചമുളക്, അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക. കുറച്ച് വേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനും എല്ലാം കൂടെ ഇട്ട് ആ വെണ്ടയ്ക്കയിലോട്ട് മിക്സ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൊടി, അത് ക്രഷ് ചെയ്തിരിക്കുന്ന കുരുമുളക് പൊടിയായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പൊടി ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ വെണ്ടയ്ക്ക കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് കഴുകിയിട്ട് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വേണം അരിയാനായിട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പം ഞാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പാനിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ആ പാനിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ വെണ്ടയ്ക്ക അതിലോട്ട് ഇടുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ച് വേവിക്കുക. ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് സോൾട്ട് ഇടുക. ഉപ്പ് അവസാനമാണ് ഞാൻ ഇടാറ്. പിന്നെ ക്രഷ്ഡ് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ഇടുക. അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. ഇത് വളരെ ഈസി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.